എന്റെ വിഷമങ്ങൾക്ക് കാരണം ആര്? ജീവിതം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാധനമല്ല. അത് പൂർണ്ണതയുടെ ഒരു ഭാഗം മാത്രമാണ്. എല്ലാ വസ്തുക്കളിലും തന്നെയും തന്നിൽ എല്ലാ വസ്തുക്കളെയും കാണുന്ന ഒരു വ്യക്തി ആരെയും ഒന്നിനെയും ഒരിക്കലും വെറുക്കില്ല. വെറുപ്പ് തന്റെ കഷ്ടതയുടെ കാരണം മറ്റുള്ളവരാണ് എന്ന ചിന്തയുടെ ഫലമാണ്. കാത്തു സംരക്ഷിക്കുന്ന ബോധസ്വരൂപത്തെ ഒരു നോക്ക് കാണാൻ സാധിച്ചാൽ വെറുപ്പ് അപ്രത്യക്ഷമാവും. വെറുപ്പ് ഹൃദയത്തെ വിട്ടു പോകുന്ന ആ നിമിഷം അത് നിങ്ങളുടെ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമാകും. എല്ലാ ജീവജാലങ്ങളിലും തന്നെയും തന്നിൽ എല്ലാ ജീവജാലങ്ങളെയും കാണുന്ന ഒരാൾ, അയാൾ സംഭവങ്ങളെയും ജീവിത പ്രശ്നങ്ങളെയും സമീപിക്കുന്ന രീതി വ്യത്യസ്തമാവും. നിങ്ങളുടെ ദുഃഖം നിങ്ങളെ തന്നെ കേന്ദ്രീകരിച്ചാണ്. അതിനെ കൂടുതൽ ബൃഹത്തായി മാറ്റി അതിന് അതീതനാവൂ. ഈ വീട് എന്റേതാണ് എന്നല്ല കരുതേണ്ടത്. പകരം ലോകത്തിലെ എല്ലാം എന്റേതാണ് എന്ന് കരുതൂ. പ്രപഞ്ചത്തെ നോക്കി രക്ഷിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. നാം ഈ ഭൂമിയിൽ പിറന്നത് സർവപ്രപഞ്ചവും ജീവൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന അറിവോടെയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എല്ലാം സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും മൂലകങ്ങളും എല്ലാം ജീവനുള്ളവയായി മാറുന്നു. ആത്മീയത പ്രപഞ്ചത്തെ മുഴുവൻ ജീവനുള്ളതും ബുദ്ധി തുടിക്കുന്നതുമായി കാണാനുള്ളതാണ്. ആ ബുദ്ധി തന്നെയാണ് നിങ്ങളായിരിക്കുന്നത്. ബോധചൈതന്യം രൂപരഹിതമാണ്. രൂപമില്ലാത്ത അത് എന്നും ഉണ്ടാവും. എല്ലാ രൂപങ്ങളിലും അനുഭവപ്പെടുകയും ചെയ്യും. ജ്ഞാനത്തിന് 2 ശാഖകളുണ്ട്. വിദ്യ എന്ന ആത്മീയ ജ്ഞാനവും അവിദ്യ എന്ന കർത്തൃനിഷ്ഠമായ ഭൗതിക ജ്ഞാനവും. ആത്മീയമായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനം കർത്തൃനിഷ്ഠമായ അറിവാണ്. ഇത് ആദ്യം അറിഞ്ഞ് പിന്നെ കൂടുതൽ സൂക്ഷ്മവും ശരീരത്തിന് അതീതവുമായ കാര്യങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത്. മനസ്സ്, ബുദ്ധി, അഹംബോധം എന്നിങ്ങനെ. ഇവ രണ്ടും അത്യാവശ്യമാണ്. കാരണം നാമെല്ലാം ഭൗതിക വസ്തുക്കളും ജീവചൈതന്യവും ചേർന്നതാണ്. ഒരു വശം മാത്രം ഉൾക്കൊള്ളുന്ന ആളുടെ കാര്യം നഷ്ടപ്രായമാണ്. അവിദ്യയിൽ മാത്രം മുഴുകിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ഇരുട്ടിലാണ്. ഇനി വിദ്യയിൽ മാത്രമായി മുഴുകിപ്പോവുകയാണെങ്കിലോ അപ്പോഴും നിങ്ങൾ ഇരുട്ടിലാണ്. ഇത് രണ്ടുമില്ല എന്ന് വരിയിലാവട്ടെ, നിങ്ങൾ അതിലും കട്ടികൂടിയ ഇരുട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒന്നും വേണ്ടതിലധികം നന്നല്ല. അവിദ്യയിലൂടെ നിങ്ങൾക്ക് മരണത്തെ മറികടക്കാം. വിദ്യയിലൂടെ ആവട്ടെ അമർത്യത കൈവരിക്കാം. യോഗശാസ്ത്രം അവിദ്യയാണ്. അത് ഒരു ആത്മീയ ശാസ്ത്രമല്ല, മനസ്സിന്റെ സംസ്കരണമാണത്. വിദ്യ സംഭവിക്കുന്നത് നിങ്ങൾ യാതൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ്. സത്യം ബഹുമുഖമാണ്. സത്യം നേരെ പോകുന്ന ഒരു വര പോലെയാണ് എന്ന് ധരിക്കുമ്പോൾ നമുക്കതിന്റെ ഒരൊറ്റ ദിശ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്നാൽ ഋഷിമാരെ പോലെ സത്യം ഒരു ഗോളം പോലെയാണ് എന്ന് നിരീക്ഷിച്ചറിഞ്ഞാൽ ബഹുമുഖമായ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞു മനസ്സിലാക്കാനും സാധിക്കും. ഒരൊറ്റ പാതയിൽ അനേകം മാർഗങ്ങളുണ്ട്. നമുക്ക് അവയെ കാണാൻ സാധിക്കാത്തത് മാത്രമാണ് കാരണം. ആ കാരണമാണ് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് പറയാവുന്ന മറ്റൊരു അർത്ഥം, വിദ്യയിലൂടെയോ അവിദ്യയിലൂടെയോ മാത്രം നിങ്ങൾക്ക് സത്യം സാക്ഷാത്കരിക്കാനാവില്ല. അറിവിലൂടെയും പറ്റില്ല, അനുഭവജ്ഞാനത്തിലൂടെയും പറ്റില്ല. ആത്മീയതയിലേക്ക് ശാസ്ത്രീയമായ ഒരു സമീപനം ഉണ്ടായേ പറ്റൂ.
ഈ ലോകത്ത് ജീവിക്കണം, സ്വന്തം കർത്തവ്യങ്ങൾ നിറവേറ്റണം, അവ നന്നായി തന്നെ ചെയ്യുകയും വേണം. വൈദ്യുതി, വൈദ്യശാസ്ത്രം, മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ ഇവയൊക്കെ അവിദ്യയുടെ ഭാഗമാണ്. അവ ജീവിതത്തിന് അത്യാവശ്യവുമാണ്. ഇത് മനസ്സിലാക്കിയാൽ വിദ്യയിലേക്ക് കടന്നു ചെന്ന് താൻ സ്നേഹവും ശാന്തിയും ആനന്ദവുമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ വിശദീകരണത്തിനും മനസ്സിലാക്കലിനും അതീതമാണ്. നമ്മുടെ ശരീരവ്യവസ്ഥയ്ക്കും മനസ്സിനും ഒരു സമതുലിതാവസ്ഥ കൈവരുത്താൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് കൈവന്നിട്ടുള്ളതിൽ ശ്രദ്ധയർപ്പിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവീക ശക്തി വ്യാപരിക്കുന്നതായി കണ്ടറിയുമ്പോൾ സമസ്ത സൃഷ്ടിയും ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും പ്രകാശനമായി അനുഭവപ്പെടും. അപ്പോഴാണ് ഞാൻ സന്തുഷ്ടനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ മാറ്റം അനുഭവിക്കുന്നത് സംഭവിക്കുന്നത് ബോധത്തിലാണ്. ആളുകൾ രണ്ടു തരത്തിലുണ്ട്. ഒരു കൂട്ടർ ശ്രദ്ധയർപ്പിക്കുന്നത് നേരിട്ട് ദൃശ്യമാകുന്ന അവർക്ക് സ്വന്തമായുള്ള കാര്യങ്ങളിലാണ്. സ്വന്തം ജോലി, അടുത്ത നേരത്തെ ആഹാരം, ഒരു സിനിമ എന്നിങ്ങനെ ദൈനംദിന ചര്യയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവർ എപ്പോഴും തങ്ങൾക്ക് സ്വന്തമായവയോട് മമത പുലർത്തിക്കൊണ്ടിരിക്കും. അവരുടെ ജീവിതം കഷ്ടത നിറഞ്ഞതായിരിക്കും. അവർ ഇരുട്ടിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇനി വേറെ ചിലർ തങ്ങൾക്കില്ലാത്തതിലാണ് ശ്രദ്ധയർപ്പിക്കുക. മുന്നിലൊരു കേക്ക് ഉണ്ടാവും, പക്ഷെ അവരുടെ സങ്കടം അതിന്മേൽ ചെറിപ്പഴം വെച്ചിട്ടില്ലല്ലോ എന്നായിരിക്കും. അവരുടെ ശ്രദ്ധ പ്രത്യക്ഷമല്ലാത്തതിനാലാണ്. ഇക്കൂട്ടർ കൂടുതൽ കടുത്ത ഇരുട്ടിലാണ് ചെന്നെത്തുക. അവർക്ക് ചില വസ്തുക്കൾ സ്വന്തമായി ഉണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ വസ്തുക്കൾ മൃതമാണ്. നമുക്ക് കൈവന്ന കാര്യങ്ങളിൽ നാം ശ്രദ്ധയർപ്പിക്കുന്നില്ല. കൈവരാത്ത കാര്യങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയുകയുമില്ല. ബുദ്ധിയുള്ളവർക്ക് വാക്കുകൾ വെറും അലങ്കാരം മാത്രമാണ്. യഥാർത്ഥമായ അറിവ് കൈവരുന്നത് നിശബ്ദതയിലൂടെയാണ്. അതാണ് ഉപനിഷത്ത്. വാക്ക് ജ്ഞാനത്തിന്റെ പ്രകാശിത രൂപമാണ്. വാക്ക് ജ്ഞാനത്തിന്റെ പ്രകാശിത രൂപമാണ്. നിശബ്ദതയാവട്ടെ അതിന്റെ അപ്രകാശിത രൂപവും.